എന്ത് കമ്മിറ്റ്മെന്റാണ് ഇവർ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, വയനാട്ടിലെ പുനരധിവാസം ചൂരൽമല 6000 രൂപ സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു വീടിന് വരുമായിരുന്നു. അത് വലിയ വാർത്തയായി. അതിനുശേഷം അത് 4000 രൂപയാക്കി കുറച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ വയനാട്ടിൽ വിവിധ സംഘടനകൾ അതേപോലെ ഇതിൽ നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1600 1800 രൂപയിൽ കുറച്ച് കൂടുതൽ ഒരിക്കലും ഈ പറയുന്ന ഒരു സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിന് പൈസ വരുന്നില്ല. നമ്മളൊക്കെ വീടുണ്ടാക്കുന്നവരാണ്, നമ്മളൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ ഈ ഫീൽഡിലുണ്ട്. അപ്പൊ പൊതുസമൂഹം കൊടുത്ത പൈസയാണ്. ഏകദേശം 786 കോടി രൂപ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്ത പണമാണ്. ആ പണം പോലും ഇവർ കൊള്ളയടിച്ചു പോവുകയാണ്. അപ്പൊ ഇത് എന്നോ നിർത്തലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ UDF സംവിധാനം ഇത് ഏറ്റെടുക്കണം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷയം ശക്തമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. നിരവധിയായ ഇത്തരത്തിലുള്ള അഴിമതികൾ ഒരു കടലാസുമില്ലാതെ, ഒരു ടെൻഡറുമില്ലാതെ, ഒരു കൊട്ടേഷനുമില്ലാതെ തോന്നിയ പോലെ PWD ഡിപ്പാർട്ട്മെന്റിനെ അതിനോടൊപ്പം നിർത്തി അതിന് മന്ത്രിസഭയും മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ പിന്തുണ കൊടുക്കുന്ന വളരെ ദയനീയമായ ഒരു പരിതസ്ഥിതി കേരളത്തിൽ നിൽക്കുകയാണ്. ഇത് കേരളത്തിന്റെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനാവശ്യമായ നിയമ നടപടികൾ വരാനിരിക്കുന്ന സർക്കാർ എടുക്കണം. ജനങ്ങൾ ഈ വിഷയത്തിൽ പരാതികൾ നൽകാൻ തയ്യാറാവണം. നിരവധിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവനവന്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പ്രദേശത്തെ സമൂഹത്തിന് ജനങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ കാര്യം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണം. നിങ്ങൾ അന്വേഷണാത്മകമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും. 1 or 2 പ്രൊജക്ടിന്റെ പിന്നാലെ പോയാൽ തന്നെ എത്ര ശതമാനം പൊതുസമൂഹത്തിന്റെ കോടികൾ ഇവർ കൊള്ളയടിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഈ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കാണാൻ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, പൊതുമരാമത്ത് വകുപ്പാണല്ലോ ഇതിന് കൂട്ടു നിൽക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് അറിയായികയല്ല, പൊതുമരാമത്ത് വകുപ്പിനേക്കാളും മുകളിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി. മന്ത്രി അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്, മുഖ്യമന്ത്രി അതിന്റെ കെയർടേക്കറായി പ്രവർത്തിക്കുകയാണ്. ഇത് മുഴുവൻ ഈ പൊതുസമൂഹത്തിന്റെ സമ്പത്താണ് ഈ കൊള്ളടിക്കപ്പെടുന്നത്. അത് പത്രമാധ്യമങ്ങൾ നിങ്ങൾ 1 or 2 പ്രൊജക്ടിന് പിന്നാലെ പോയാൽ ഈ പറയുന്നതിന്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. പല ഘട്ടങ്ങളിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് പരിശോധിക്കാമെന്ന മറുപടിയിലപ്പുറം ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ മലയോര ഹൈവേ തന്നെ അതിന് ഉദാഹരണമാണ്. ഏകദേശം 40 കിലോമീറ്ററോളം മലയോര ഹൈവേ നിലമ്പൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോയത്. അവിടെ നടന്നിട്ടുള്ള അഴിമതിക്ക് ദൃക്സാക്ഷിയാണ് ഞാൻ. പല ഘട്ടത്തിലും ഈ പറയുന്ന PWD മന്ത്രിക്ക് അഴിമതികൾ നടന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് അത് നടത്തിയത്, എങ്ങനെയാണ് ഈ കൊള്ള നടക്കുന്നതെന്ന് കൃത്യമായി അന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോഴും പറയും പരിശോധിക്കാം. ഒരു പരിശോധനയും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ മലയോര ഹൈവേ നിങ്ങൾക്ക് തിരുവമ്പാടി റീച്ച് നാളെ നിങ്ങളൊന്ന് പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അവിടെ മലയിടിച്ച് കെട്ടിയ റീറ്റെയിനിങ് വാളുകൾ അതൊക്കെ ആവശ്യത്തിന്റെ 2 ഇരട്ടി സൈസിലാണ് കെട്ടിയിരിക്കുന്നത്. കാരണം മലയോര പ്രദേശത്ത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് നിരവധിയായ റോഡ് സൈഡിന്റെ വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട് നിരവധിയായ പാറകളുണ്ടായിരുന്നു. ആ പാറകൾ മുഴുവൻ പൊട്ടിച്ചെടുക്കണം റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. ആ പാറ അതേപോലെ ഒരാവശ്യമില്ലാത്ത ബോൾഡേഴ്സ് ആക്കിയിട്ട് ഈ പറയുന്ന 3 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ വീതിയിൽ കെട്ടിപ്പൊക്കി വെച്ചത് ഇപ്പൊ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോയി അത് നിങ്ങളൊരു സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടുപോയി നിങ്ങളൊന്ന് എന്താ പറയാ ഒരു അന്വേഷണാത്മകമായിട്ട് അതൊന്ന് പരിശോധിച്ചാൽ 3 times 4 times ഓവർ എഞ്ചിനീയർഡ് ആണ് ഇതെന്ന് കാണാൻ പറ്റും. കാരണം ആ കല്ല് അവിടുന്ന് പൊട്ടിച്ചെടുത്തായിട്ടല്ല കണക്കിൽ വരുന്നത്, മറ്റു സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തതായിട്ട് കാണിച്ച് ഈ കൊള്ളക്ക് വഴിയൊരുക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിൽ ഇന്റീരിയർ ഡെക്കറേഷന് സർക്കാരിന്റെ എല്ലാ ഓഫീസുകളും ഇവർ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ടൂറിസം പദ്ധതികൾ ഇവരാണ് നടപ്പിലാക്കുന്നത്. കൊട്ടേഷൻ ഉണ്ടാക്കുന്ന അവരാണ്, എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന അവരാണ്. എന്നിട്ട് കുറേ പേപ്പർ കമ്പനികൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇവന്റ് മാനേജ്മെന്റിന് അവർ തന്നെ ബില്ല് എഴുതി കൊടുക്കുന്നു. അവർ 25 ലക്ഷം ഒരാളിങ്ങനെ കൊടുക്കുന്നു, 5 ലക്ഷം അവർക്ക് കൊടുക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ 25 ലക്ഷത്തിൽ 20 ലക്ഷവും കൊള്ളടിക്കപ്പെടുന്നു. അതിന്റെ ഒരു ബേസിക് സാധനം ഇപ്പൊ പുറത്തു വന്നത് ഈ പറയുന്ന ശബരിമലയിൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആണ്. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 2 ലക്ഷത്തിന് ബെഡും കട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. നമ്മൾ കുറെ യാത്ര ചെയ്താണ്, കുറെ ഈ കച്ചവടക്കാരെയൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. കയറി കിടക്കാൻ കെട്ടലിന് ഈ പറയുന്ന 2 ലക്ഷവും ബെഡിനും കൂടെ എന്നൊക്കെ പറഞ്ഞാൽ എവിടത്തേക്കാണ് ഈ കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നത് നിങ്ങൾ പരിശോധിക്കണം. അതിൽ വന്ന സാധനങ്ങൾ തന്നെ പലതും കാണാനില്ല എന്ന് കമ്മീഷണർ റിപ്പോർട്ട് നൽകുകയാണ്. അവിടെ നടന്ന ഉച്ചയൂണ് നമ്മളൊക്കെ കണ്ടതാണല്ലോ. ആ പരിപാടി 500 പേരുണ്ടായിരുന്നോ? 500 പേരുണ്ടായിട്ട് തോന്നി. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. 4000 ആൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. 5 മണിയപ്പോഴേക്കത് പിരിച്ചുവിട്ട് ഒരു മനുഷ്യനുമില്ല. രാത്രി 3000 ആൾ ഫുഡ് കഴിച്ചു എന്നാ കണക്കാക്കിയിരിക്കുന്നത്. ആരാ ഫുഡ് കൊടുത്തത്? ഇവർ തന്നെ, ഈ ഊരാളുങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയാണ് ഹോട്ടലുകളുടെ പേരിൽ ബില്ല് എഴുതിയിരിക്കുന്നത്. 37 ലക്ഷം 67 ലക്ഷം. കാരണം ഇത് എഴുതി വെക്കേണ്ടത് ആ കോലത്തിലാണ്. താമസിച്ചതിന്റെ കണക്ക്, വാഹനമോടിയതിന്റെ കണക്ക്. അപ്പൊ ഒരു കാര്യമേ ഇപ്പൊ 10 കോടിയിൽ നടന്ന അഴിമതിയാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് 10 കോടി എങ്ങനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് മാത്രമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ 10 കോടിയിൽ എത്ര കോടി അടിച്ചു മാറ്റിയെന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിന് ഇടയ്ക്ക് 1 ലക്ഷം കോടിയോളം രൂപയുടെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടത്തിയ ഊരാളുകൾ സൊസൈറ്റി എത്രായിരം കോടി അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശോധന നടത്താൻ പറയുന്നത്. പിന്നെ അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, ഊരാളുകൾ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മണ്ണ് മാന്തി യന്ത്രങ്ങൾ, ഈ മണ്ണ് നിരത്തുന്ന യന്ത്രങ്ങൾ, അതിന്റെ ഓണർഷിപ്പ് ആരാ നിങ്ങൾ അന്വേഷിച്ച് നോക്കും. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പിണറായി സംഘത്തിന്റെ പലരുടേതുമാണ് ഈ വാഹനങ്ങൾ. അവർ റെന്റ് ചെയ്യാണ്. അവർക്ക് സ്വന്തമായിട്ട് വാഹനം വാങ്ങാം, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷെ വളരെ പരിമിതമായ വാഹനങ്ങളും യന്ത്രങ്ങളുമാണ് ഊരാളുകൾ സൊസൈറ്റി വാങ്ങുന്നത്. എന്നിട്ട് ഒരു എക്സ്കവേറ്ററിന് ഒരു മണിക്കൂറിന് 1000 രൂപയാണ് വാടകയെങ്കിൽ 1200 1400 ഇട്ടിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. ആർക്ക്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ പാർട്ടിയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും മക്കളുടെയും മരുമക്കളുടെയും ബന്ധുക്കളുടെയും യന്ത്ര സാമഗ്രികൾ വാടകയ്ക്കാണ് കൂടുതലും ഊരാളുകൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്നത് പോലെ മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരക്കണക്കിന് രൂപയുടെ വ്യത്യാസം വരും. ഒരു 10 മണിക്കൂർ ഒരു എക്സ്കവേറ്റർ ഒരു ദിവസം വർക്ക് ചെയ്താൽ ഒരു മണിക്കൂറിന് 200 രൂപ എക്സസ് എമൗണ്ട് ഇട്ട് കൊടുത്താൽ 10 × 200 2000 രൂപ ഒരു ദിവസം ഒരു വാഹനത്തിന് എക്സ്ട്രാ ഇവർക്ക് കൊടുക്കുകയാണ്. ഒരു മാസമാകുമ്പോൾ 60,000 അങ്ങനത്തെ പല വാഹനങ്ങൾ, പല യന്ത്രസാമഗ്രികൾ, അങ്ങനെ മൊത്തമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പണം ഒരു കൊള്ള സംഘത്തെ നിയമസാധുത കൊടുത്ത് നിലനിർത്തിയിട്ട് കൊള്ളയടിക്കുന്ന സംവിധാനം.